വെൽക്കം ബാക്ക് ടു യൂബോട്ട് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഇംഗ്ലീഷ് ലെസൺ. ക്ലാസ്സിലേക്കൊക്കെ വരുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എനിക്ക് പറയാനുണ്ട്. മക്കളെ, നിങ്ങൾ എൻട്രൻസ് എക്സാമിന് എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ ഉദ്ദേശം അതിനി നീറ്റ് ആയിക്കോട്ടെ, അതിനി കീമ ആയിക്കോട്ടെ, അതിനി CUT ആയിക്കോട്ടെ, കേരളത്തിലെ ഏറ്റവും വലിയ ക്രാഷ് പ്രോഗ്രാം നിങ്ങൾക്ക് എജ്യൂപോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഇനി ഓൺലൈനിൽ മാത്രം പഠിച്ചുകൊണ്ട് ഈ എക്സാമുകൾ ഈ ഒരു എൻട്രൻസുകളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ന്യായമായി നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 70ഓളം നഗരങ്ങളിൽ നമ്മൾ കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് വീക്ക്ലി ബേസിസിൽ ഒരു ഓഫ്ലൈൻ എക്സാമുകളിലൂടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതുവഴി വളരെ 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 വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് എജ്യൂപോർട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഡോണ്ട് മിസ് ഇറ്റ്. ഇനി നിങ്ങൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, താഴെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അത് എവിടെയാണ്? ഇവിടെ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു മിസ് കോൾ ഇട്ടാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് അവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വിത്ത് ദാറ്റ് ബീങ് സെഡ്, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഒരുപാട് തവണ, ഇത് എത്ര പ്രാവശ്യം ഞാൻ എടുത്തിട്ടുണ്ടെന്ന് എനിക്കെല്ലാം ഒരു ഐഡിയ ഇല്ല, ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാമർ ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും 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 ഇത് എടുക്കാനുള്ള കാരണം, പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെയും പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ ഒരു കാരണവശാലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു സാധനമാണ് റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ എല്ലാ പ്രാവശ്യവും സാറ് ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു സാധനം എന്താണെന്നുള്ളത് എപ്പോഴും ലൈവിന്റെ കമന്റ് സെക്ഷനിലൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇതുപോലൊരു സാധനമാണ്, നിങ്ങൾ ആ ചോദിച്ചൊരു സാധനമാണ് ഈ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് ഞാൻ ഇനി ഘോരം പറയണോ? ചുരുക്കി പറഞ്ഞാൽ പരദൂഷണം പറയുന്നതിന്റെ ഒരു ഗ്രാമറാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ വേറെ എവിടെ നിന്നോ ഒരു കാര്യം കേട്ടിട്ടുണ്ട്, അത് നമ്മൾ നമ്മുടെ അടുപ്പുള്ള ആരോടെങ്കിലും മാറ്റി പറയുന്നതിനാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഈ കേട്ട കാര്യമാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിന്നോ കേട്ട കാര്യമാണ് ഈ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. ആ കേട്ട കാര്യം നമ്മൾ മാറ്റി പറയുന്നതിനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആ കേട്ട കാര്യം എന്ന് പറയുന്നത് എയും ബിയും തമ്മിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കേട്ട കാര്യം. നമ്മളാണ് ഈ സി എന്ന് പറയുന്ന ആള്. ഇനി സി എന്ന് പറയുന്ന അത് നമ്മുടെ ഏറ്റവും അടുപ്പുള്ള ഒരാളോട് നമ്മൾ പോയി പറയണം, അവരുടെ പേര് ഡി ആണ്, അവളുടെ പേരെന്ന് വിചാരിക്കുക. അപ്പൊ എയും ബിയും സംസാരിക്കുന്നതാണ് ഡയറക്റ്റ് സ്പീച്ച്. നമ്മൾ മാറ്റി പറയുന്ന ആ കാര്യമാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഒരു ചാലഞ്ച് എന്താന്ന് വെച്ചാലേ, ഈ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഇങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് ചില വാക്കുകൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട്. അതാണ് നമ്മുടെ ചലഞ്ച് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കിക്കോ. ഇവിടെ ഒരു ഡയറക്റ്റ് സ്പീച്ച് കൊടുത്തിട്ടുണ്ട്, ആർ യു ഗോയിങ് ടു ദ പാർട്ടി ടുനൈറ്റ്? നീ ഇന്നത്തെ പാർട്ടിക്ക് പോകുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, ഷീ ആസ്ക്ഡ് ഇഫ് ഐ വാസ് ഗോയിങ് ടു ദ പാർട്ടി ദാറ്റ് നൈറ്റ്. എടാ, ഈ ടു നൈറ്റ് എന്നുള്ളത് എങ്ങനെയാ ദാറ്റ് നൈറ്റ് ആയിട്ട് മാറിയത്? ഈ വാസ്, ഈ ആറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇതെങ്ങനെയാ വാസ് ആയിട്ട് മാറിയത്? ഈ യു എന്ന് പറയുന്നത് എങ്ങനെയാ ഷീ എന്നൊക്കെ ആയിട്ട് മാറിയത്? ഇഫ് ഒക്കെ എവിടെ നിന്നാണ് കയറി വന്നത്? ഈ ആസ്ഡ് എന്നുള്ളത് എവിടെ നിന്നാണ് കയറി വന്നത്? ഇതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ വാക്കുകളുടെ മാറ്റം എന്താണ്, വാക്കുകളുടെ ഘടനയിലുള്ള സ്ട്രക്ചറിലുള്ള മാറ്റം എന്താണ്. സോ ഒരുപാട് വാക്കുകൾക്ക് മാറ്റം വരുന്നുണ്ട്. ഐ എന്നുള്ളത് ഹി ഷീ ആയിട്ട് മാറുന്നുണ്ട്, യു എന്നുള്ളത് ഹി ഷീ ആയിട്ട് മാറുന്നുണ്ട്, യുവർ എന്നുള്ളത് ഹിസ് ഹെർ ആയിട്ട് മാറുന്നുണ്ട്, വി ദേ ആയിട്ട് മാറും, ആർ ദേർ ആയിട്ട് മാറും, മൈ എന്നുള്ളത് ഹിസ് ഹെർ ആയിട്ട് മാറും, ടുഡേ ദാറ്റ് ഡേ നമ്മൾ നേരത്തെ കണ്ടു, ടുമോറോ ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും, യെസ്റ്റർഡേ എന്നുള്ളത് ദ പ്രീവിയസ് ഡേ എന്നുള്ളതായിട്ട് മാറും, നൗ എന്നുള്ളത് ദെൻ എന്നുള്ളതായിട്ട് മാറും, ദിസ് ദാറ്റ് ആവും, ഹിയർ ദർ ആയിട്ട് മാറും, ആം ഈസ് വാസ് ആർ വേർ ആവും, ഡു ഡസ് ഡിഡ് ആവും, ഹാസ് ഹാവ് ഹാഡ് ആവും, വില്ല് വുഡ് ഷാള് ഷുഡ് ക്യാന് കുഡ് മേ മൈറ്റ് ആവും, ഡിഡ് ഹാഡ് ആവും. ഓക്കെ, സോ ബേസിക് ആയിട്ടില്ലേ, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, വേറെ വഴിയൊന്നുമില്ല. കാരണം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും വാക്കുകൾക്കാണ് മാറ്റം വരുന്നത്, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ ഇത് പഠിച്ചു വെക്കാതെ വേറെ വഴിയൊന്നുമില്ല. ഇനി വെർബിൽ കുറച്ച് മാറ്റം വരുന്നുണ്ട്. അതായത് വെർബിന്റെ ഫസ്റ്റ് ഫോമിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു റൺ എന്നൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? റാൻ എന്നുള്ളതായിട്ട് മാറും. അതിന്റെ V2ലേക്ക് മാറും അത്. ഇനി V2ലാണ് അത് ഓൾറെഡി ഉള്ളത് എന്നുണ്ടെങ്കിലേ നമ്മൾ അതിനെ ഹാഡ് പ്ലസ് V3യിലേക്ക് മാറ്റി എഴുതേണ്ടതായിട്ട് വരും. സോ ഫണ്ടമെന്റലി ഇത്രയും റൂൾസ് പഠിച്ചു വെക്കുക, ഇത്രയും വാക്കുകൾ പഠിച്ചു വെക്കുക. ഇനി നമ്മളില്ലേ ഇതിന്റെ സ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ടൈപ്പില്ലേ, ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നത്? നമുക്കറിയാം, ക്വസ്റ്റ്യൻസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. WH ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് WH അല്ലെങ്കിൽ H വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന, W എന്ന് വെച്ച് പറയുമ്പോൾ വേർ, വിച്ച്, വാട്ട്, വൈ, അല്ലെങ്കിൽ H വെച്ചിട്ടുള്ള ഹൗ മച്ച്, ഹൗ മെനി, ഹൗ ഓൾഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ WH ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്.
ഇനി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്സിലറി വെർബിലായിരിക്കും. ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും നമ്മുടെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മാത്രമല്ല ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എപ്പോഴും യെസ് അല്ലെങ്കിൽ നോ എന്ന് വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യമല്ലേ WH ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. WH ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ പരിപാടി. ഒരു എക്സാമ്പിൾ പിടിച്ചു. മായോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടല്ലോ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? അതൊരു ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. ഇല്ല, വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ഫോർമാറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് സ്പീക്കറാണ്. നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുമ്പോൾ ആദ്യം സ്പീക്കർ വേണം, റിപ്പോർട്ടിംഗ് വേർബ് വേണം, ക്വസ്റ്റ്യൻ വേർഡ് വേണം, പിന്നെ ബാക്കിയുള്ള സെന്റൻസിനെ കൺവേർട്ട് ചെയ്യണം. പറഞ്ഞുതരാം. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, സ്പീക്കർ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. മായയാണ് നമ്മുടെ സ്പീക്കർ. അപ്പൊ അത് ആദ്യം എടുത്തെഴുതാം, മായ. ഇനി റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓൾവേസ് 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 ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും അതിലുള്ള റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് ആണ്. നമ്മൾ ആദ്യം നോട്ട് ഡൗൺ ചെയ്തത് ക്വസ്റ്റ്യൻ വേർഡ് ആണ്. വാട്ട് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത്, വാട്ട്. ഇനി ബാക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത് ഇത്രയും ഭാഗമാണ്. ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത്രയും ഭാഗമാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. കൺവേർട്ട് ചെയ്യേണ്ടടുത്ത് ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്, മറന്നുപോയത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഗോൾഡൻ റൂൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും സബ്ജക്റ്റ് ഇല്ലേ, ആ സെന്റൻസിലുള്ള സബ്ജക്റ്റ് ആദ്യം വരണം, സബ്ജക്റ്റ് ഫസ്റ്റ് ആയിട്ട് വരണം. അപ്പൊ ഇവിടെ നോക്കിയോ, ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ, യോർ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. യോർ എന്നുള്ളതില്ലേ നമ്മുടെ ലിസ്റ്റ് പ്രകാരം എന്തായിട്ട് മാറും, യോർ എന്നുള്ളത് എന്തായിട്ട് മാറും, ഹിസ് ഓർ ഹെർ ആയിട്ട് മാറും. ഇവിടെ ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. അപ്പൊ ഹിസോ ഹെറോ ആവാം. നമുക്ക് തൽക്കാലം ഇവിടെ ഹെർ എന്നുള്ളത്, നമുക്കൊരു എക്സാമ്പിൾ പഠിക്കാനുള്ള ഒരു ദൗത്യത്തിൽ നമുക്ക് ഹെർ എന്ന് എടുക്കാം. മായ ആസ്ക്ഡ് വാട്ട് ഹെർ ഫേവറേറ്റ് ഫുഡ്. ഇവിടെ ഹെർ എന്നുള്ളതാണ് അവിടുത്തെ സബ്ജക്ട് എന്ന് പറയുന്നത്. ഹെർ ഫേവറേറ്റ് ഫുഡ്. ഈസ് എന്നുള്ളത് പാസ്റ്റിലേക്ക് മാറിയിട്ട് വാസ് എന്നുള്ളതായിട്ട് മാറും. അപ്പം ഇവിടുത്തെ ഗോൾഡൻ റൂളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സബ്ജക്റ്റിന് ആദ്യം കൊടുക്കുക, എന്തിന് ശേഷം സ്പീക്കറും റിപ്പോർട്ടിംഗ് വേർബും ക്വസ്റ്റ്യൻ വേർഡും കഴിഞ്ഞിട്ട് സബ്ജക്റ്റിനെയാണ് ആദ്യം കൊടുക്കേണ്ടത്. വേറൊരു ക്വസ്റ്റ്യൻ കൊണ്ട് നോക്കിക്കോ, വെൻ വിൽ യു റീച്ച് ബാക്ക് ഹോം. വെൻ വിൽ യു റീച്ച് ബാക്ക് ഹോം. സ്പീക്കർ ആരാ, രാജുവാണ് സ്പീക്കർ. റിപ്പോർട്ടിംഗ് വേർബ് ആസ്ക്ഡ് എന്നുള്ളത്, അതിന് മാറ്റമൊന്നുമില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വേർഡ് എന്താ, വെൻ ആണ്. ഇവിടെ ഒരു ചേഞ്ച് വരുന്നത് വെൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് കൺവേർട്ട് ചെയ്യാനാണ്. വിൽ യു റീച്ച് ബാക്ക് ഹോം എന്നുള്ളത് നമുക്ക് മാറ്റി എഴുതേണ്ടത്. ഇവിടെ യു ആണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സബ്ജക്റ്റിനാണ് നമുക്ക് ആദ്യം കൊടുക്കേണ്ടത്, കാരണം അതാണ് നമ്മുടെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. ഇവിടെയും ആരോടാണ്, ഹിസ് ആണോ ഹെർ ആണോ നമുക്കറിയില്ല. യു എന്നുള്ളത് ആസ്ക്ഡ് വെൻ, യു എന്നുള്ളത് എന്തായിട്ട് മാറും, ഹി ഓർ ഷീ ആയിട്ടാണ് മാറുന്നത്. നമുക്ക് തൽക്കാലം ഷീ എടുക്കാം. രാജു ആസ്ക്ഡ് വെൻ ഷീ. പിന്നെ നമുക്ക് വേണ്ടത് വില്ലാണല്ലേ, നമ്മൾ ആദ്യം സബ്ജക്റ്റിന് എടുത്തു, ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, ഇനി വില്ല് എന്നുള്ളത് എന്തായിട്ട് മാറും, വുഡ് ആയിട്ട് മാറും. വുഡ് റീച്ച് ബാക്ക് ഹോം. ഈ റീച്ചിനെ നമ്മൾ V2ലേക്ക് മാറ്റി എഴുതണോ, വേണ്ട. കാരണം ഇവിടെ നമ്മൾ വുഡ് ഓൾറെഡി യൂസ് ചെയ്തുകൊണ്ട് പിന്നെ നമ്മൾ ഈ വെർബിനെ നമ്മൾ V2ലേക്ക് മാറ്റി എഴുതരുത്, മാർക്ക് പോകും. ഓക്കെ, ഇനി നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ മാറ്റി എഴുതാം എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിലല്ലേ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല, ഫോർമാറ്റിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. നമ്മളിവിടെ മാറ്റം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, അതിന്റെ പകരം നമുക്കൊരു ലിങ്കിങ് വേർഡ് ആണുള്ളത്. ഈ ലിങ്കിങ് വേർഡിന് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ അത് ഇഫ് ആയിരിക്കും, അല്ലെങ്കിൽ വെദർ ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. പറഞ്ഞുതരാം എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ. നീ നാളെ വരുന്നതിൽ നിനക്ക് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നാളെ വരുന്നതിൽ ഉറപ്പുണ്ടോ. ഇവിടെ യെസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വന്നത്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം അതെന്താണ്, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം വേണ്ടത് സ്പീക്കർ തന്നെയാണ്. നമ്മുടെ മായാണ് സ്പീക്കർ. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഓൾവേസ് ആസ്ക്ഡ് എന്ന് തന്നെയാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത്, ആസ്ക്ഡ്. ഇനി നമുക്ക് ലിങ്കിങ് വേർഡാണ്. ഇഫ് യൂസ് ചെയ്യാം, നമുക്ക് വെദർ യൂസ് ചെയ്യാം. രണ്ട് യൂസ് ചെയ്താലും സെയിം ആണ്. നമ്മളിവിടെ തൽക്കാലം ഇഫ് യൂസ് ചെയ്യാം, മായ ആസ്ക്ഡ് ഇഫ്. ഇനി നമുക്ക് വേണ്ടത് കൺവേർട്ടഡ് സെന്റൻസ്. ആർ യു ഷുവർ അബൌട്ട് കമ്മിങ് ടുമോറോ എന്നുള്ളതാണ്. ഇത് ആരോടാ ചോദിച്ചിരിക്കുന്നത്, രാമനോടാണ്. രാമാണ് നമ്മുടെ സബ്ജക്ട്. മായ ആസ്ക്ഡ് ഇഫ് രാം. ഈ യു എന്നുള്ളതാണ് നമ്മൾ രാമായിട്ട് എടുത്തത്, അല്ലെങ്കിൽ അവിടെ ഹി എന്ന് യൂസ് ചെയ്യാതിൽ തെറ്റൊന്നുമില്ല. രാം. ഈ ആർ എന്നുള്ളത് എന്തായിട്ട് മാറും, വാസ് ആയിട്ട് മാറും. നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. വാസ് sure about coming
ടുമോറോ എന്ന് എഴുതട്ടടാ. ടുമോറോ എന്ന് എഴുതാൻ വേണ്ടി പറ്റൂല. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ദ നെക്സ്റ്റ് ഡേ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 17ാമത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്, സോറി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. An extract from the conversation between Mr. Smith and Mr. Brown in post early for Christmas is given below. Report the conversation. നമുക്ക് നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മിസ് സ്മിത്ത് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, കുഡ് യു റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ് മിസ്റ്റർ ബ്രൗൺ. ഇത് എന്ത് ക്വസ്റ്റ്യനാ, എന്ത് ടൈപ്പ് ക്വസ്റ്റ്യനാ? ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ ആൻസറിലാണ്. യെസ് ഓർ നോ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ തൽക്കാലം ഇതിന്റെ റിപ്ലൈയിലേക്ക് നമ്മൾ നോക്കണ്ട. റിപ്ലൈ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മിസ് സ്മിത്തിന്റെ ഈ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് സ്പീക്കറാണ്, മിസ് സ്മിത്ത്. മിസ് സ്മിത്ത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇനി നമുക്ക് വേണ്ടത് റിപ്പോർട്ടിംഗ് വേർബ് ആണ്. റിപ്പോർട്ടിംഗ് വേർബ് ഇത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആസ്ഡ് എന്നുള്ളത് തന്നെ ആയിരിക്കും. ആസ്ഡ്. ഇനി നമുക്ക് ആരോടാണ് ചോദിക്കുക, സോറി, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ലിങ്കിങ് വേർഡാണ്. ഇഫ് യൂസ് ചെയ്യാം, വെദർ ആണ്. നമുക്ക് വെദർ യൂസ് ചെയ്യാം. ഇപ്പൊ ഇതൊരു വ്യത്യാസത്തിന് വേണ്ടി നമുക്ക് വെദർ യൂസ് ചെയ്യാം. വെദർ, വെദർ. ഇനി നമുക്ക് ഒരു കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഗോൾഡൻ റൂൾ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു? സബ്ജക്റ്റിന് ആദ്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ഗോൾഡൻ റൂൾ. ഇവിടെ സബ്ജക്ട് മിസ്റ്റർ ബ്രൗൺ ആണ് നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത്. അതിന് ആദ്യം ഇങ്ങോട്ട് മാറ്റി എഴുതാം. മിസ്റ്റർ സ്മിത്ത് ആസ്ക്ഡ് വെദർ വെദർ ഒരു മിനിറ്റ്. ഓക്കെ, വെദർ മിസ്റ്റർ ബ്രൗൺ. ഓക്കെ, മിസ്റ്റർ ബ്രൗൺ. ഇനി കുഡിനെ നമ്മൾ മാറ്റി എഴുതുന്നത് വേണ്ട, കുഡിനെ അതുപോലെ തന്നെ എഴുതിക്കും. മിസ്റ്റർ ബ്രൗൺ കുഡ് റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ്. ഇതിലിപ്പോൾ എന്താ മാറ്റി എഴുതാൻ? ഇത് വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. മിസ് സ്മിത്ത് ആസ്ക്ഡ് വെദർ മിസ് ബ്രൗൺ കുഡ് റിയലി മാനേജ് എ ടർക്കി ഫോർ ക്രിസ്മസ്. വളരെ സിമ്പിൾ ആണ്. ഇതിൽ ആകെ ആസ്ക്ഡ് എന്നുള്ള ഭാഗം വെദർ എന്നുള്ള ഒരു ലിങ്കിങ് വേർഡ് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. രണ്ടാമത്തെ ടൈപ്പ് എന്താണെന്ന് പറയും. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യന് ചിലപ്പോൾ നമ്മൾ റിപ്ലൈ പറയുന്നതായിരിക്കും നമുക്ക് മാറ്റി എഴുതാനുള്ളത്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് മാറ്റി എഴുതാനുണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം? ഓക്കെ, ഇവിടെ നമുക്ക് കഴിഞ്ഞ നമ്മുടെ +1 ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തിട്ടുണ്ട്. യങ് സീകൾ പറയണം, ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ, എനിക്ക് പറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജിയേട്ടാ എന്ന് പറയണം. അങ്ങനെ പറയുന്ന സമയത്ത് അതെന്താണ്? അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നത്. ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരുന്ന സമയത്ത് നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്പീക്കർ, റിപ്പോർട്ടിംഗ് വേർബ്, ലിങ്കിങ് വേർഡ്, കൺവേർട്ടഡ് സെന്റൻസ് എന്നുള്ള. ഇവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നതാണ് ഈ 3 പറഞ്ഞ സാധനങ്ങൾ. സെഡ് എന്ന് പറയാം, ടോൾഡ് എന്ന് പറയാം, റിപ്ലൈഡ് എന്ന് പറയാം. റിപ്ലൈഡ് എന്ന് നമ്മൾ പറയുന്നത് എവിടെയെന്ന് പറയാം, നമ്മൾ ഒരു ചോദ്യത്തിന് റിപ്ലൈ പറയുന്ന സമയത്ത് ആ പറയുന്ന റിപ്ലൈഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം പോലെ തന്നെ. ഇനി അതൊരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമുക്ക് സെഡ് എന്നോ ടോൾഡ് എന്നോ പറയാം. ഇനി നമ്മൾ അതിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ലിങ്കിങ് വേർഡ് ആണ് ദാറ്റ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ തന്നെ നമുക്ക് പിടിക്കാം. യങ് സീകളുടെ എക്സാമ്പിൾ തന്നെ പിടിക്കാം. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ. ഓക്കെ, ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് സ്പീക്കറാണ്. ആരാണ് സ്പീക്കർ? യങ് സീകൾ. YS എന്ന് ഞാൻ എഴുതുന്നുള്ളൂ, വലിച്ചു വാരി എഴുതുന്നില്ല. റിപ്പോർട്ടിംഗ് വേർബ് എന്ന് പറയുന്നത് എന്താ? ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമുക്ക് സെഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ടോൾഡ് എന്ന് പറയാം. ടോൾഡ്. ഇനി നമുക്ക് വേണ്ട ലിങ്കിങ് വേർഡ് എന്താ? ദാറ്റ് ആണ്. ദാറ്റ്. ഐ ഡോണ്ട് തിങ്ക് ഐ ക്യാൻ ഫ്ലൈ. ഇവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയും സബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹി. ഡോൺ എന്നുള്ളത് എന്തായിട്ട് മാറും? ഡിഡൻ എന്നുള്ളതാണ്. ഹി ഡിഡൻ തിങ്ക്. ഐ എന്നുള്ളത് പിന്നെ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ക്യാൻ എന്തായിട്ട് മാറും? കുഡ് ആയിട്ട് മാറും. ഹി കുഡ് ഫ്ലൈ എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. മാർത്ത. ഓക്കെ, മാർത്തയുടെ ക്വസ്റ്റ്യൻ ആണ്. ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 11ാമത്തെ ചോദ്യമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ചേഞ്ച് ദ ഗിവൺ സെന്റൻസ് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച്. നോക്കിക്കോ, മാർത്ത പറയാണ് ചോദിക്കുകയാണ് വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലൂസ് മച്ച്? റോബർട്ടിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പൊ റോബർട്ട് ബാൾഡ്വിൻ അതിന് എന്താ പറയാ മറുപടി ആയിട്ട് പറയാണ്, ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലൂസ് എ സെന്റ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടെ നോക്കാം. ഓക്കെ, മാർത്തയുടെ ക്വസ്റ്റ്യൻ എന്താ? മാർത്ത, ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്ത് തരം ക്വസ്റ്റ്യനാ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം എന്താ? ഇത് വില്ല് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. വില്ല് എന്ന് പറയുന്ന ഒരു ഓക്സിലറി വെർബ് ആണ്. അപ്പൊ ഓക്സിലറി വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കോ, മാർത്ത ആസ്ഡ് എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത്. ആസ്ഡ് ഇഫ് ബാൾഡ്വിൻ. മാർത്ത ആസ്ഡ് ആരോടാ ചോദിച്ചത്? ബാൾഡ്വിൻ. ഇവിടെ നമുക്ക് ആരോട് ചോദിച്ചെന്നുള്ളത് കൊടുക്കാം. ബാൾഡ്വിൻ whether
വെദർ. ഇനി നമ്മുടെ കൺവേർട്ട് ചെയ്യുന്ന സെന്റൻസ് എന്ന് പറയുന്നത് ഇത്രയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഈ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ സബ്ജക്റ്റിനാണ് ആദ്യം വേണ്ടത്. ഡെപ്പോസിറ്റേഴ്സ് ആണ് ഇവിടുത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. വെദർ ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. വുഡ് ലൂസ് മച്ച്. ഇവിടെ നമുക്ക് ബാൾവിനെ അഗൈൻ യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇവിടെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു. അല്ലെങ്കിൽ റോബർട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. മാർത്ത ആസ് റോബർട്ട് എന്നുള്ളതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, മച്ച് എന്നുള്ളതായിട്ട് മാറും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ. രണ്ടാമത് ഇനി ബാൾവിന്റെ റിപ്ലൈ ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാൾഡ്വിൻ റിപ്ലൈഡ്. എന്തുകൊണ്ടാണ് ഞാൻ റിപ്ലൈഡ് എന്ന് യൂസ് ചെയ്യാനുള്ള കാരണം ഇതൊരു റിപ്ലൈ ആയതുകൊണ്ടാണ്. സിമ്പിൾ അല്ലേ? റിപ്ലൈഡ്. ഇനി നമ്മുടെ ലിങ്കിങ് വേർഡ് എന്തായിരുന്നു? ദാറ്റ് ആയിരുന്നു. റിപ്ലൈഡ് ദാറ്റ്. The depositors will എന്തായിട്ട് മാറും? വുഡ് ആയിട്ട് മാറും. വുഡ് നോട്ട് ലൂസ് എ സെന്റ്. വളരെ സിമ്പിളായിട്ട് ചെറിയ വാക്കുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാം. ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇമ്പരറ്റീവ് സെന്റൻസുകളാണ്. അങ്ങനെ ചോദിച്ച് കാണാറില്ല. ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ധൈര്യത്തിന് പഠിച്ചു വെച്ചോ. ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്പീക്കറാണ്. പിന്നെ റിപ്പോർട്ടിംഗ് വേർബാണ് വേണ്ടത്. റിപ്പോർട്ടിംഗ് വേർബ് നമ്മൾ ചൂസ് ചെയ്യുന്നതല്ലേ. ആ ഇമ്പരറ്റീവ് സെന്റൻസുകൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എടാ കടന്നു പോടാ പുറത്ത്, അല്ലെങ്കിൽ ദയവായി ഒന്ന് കടന്നു വരൂ. ഇങ്ങനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത്, സജസ്റ്റ് ചെയ്യുന്ന സമയത്ത്, കമാൻഡ് ചെയ്യുന്ന, ഓർഡർ ചെയ്യുക, അഡ്വൈസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇമ്പരറ്റീവ് സെന്റൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത് എന്ത് തരം സെന്റൻസ് ആണ് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് വേർബ് യൂസ് ചെയ്യുന്നത്. അത് റിക്വസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റഡ് എന്ന് പറയാം. സജഷൻ ആണെങ്കിൽ സജസ്റ്റഡ് എന്ന് പറയാം. കമാൻഡ് ആണെങ്കിൽ കമാൻഡഡ് എന്ന് പറയാം. റിപ്പോർട്ടിംഗ് വേർബ് ആയിട്ട്. അവിടുത്തെ ലിങ്കിങ് വേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ടു എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കിക്കോ. താര പറയാണ് പ്ലീസ് ക്ലോസ് ദ ഡോർ. അതെന്താണ്? കേട്ടത് എന്താണെന്ന് നിങ്ങൾ തോന്നുന്നു? ഒരു ആജ്ഞാപനമായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ അതിനെ റിപ്പോർട്ട് ചെയ്യാം. താരയാണ് നമ്മുടെ സ്പീക്കർ. താര റിക്വസ്റ്റഡ് എന്ന് പറയുന്നതാണ് അത് അവിടുത്തെ റിപ്പോർട്ടിംഗ് വേർബ്. റിക്വസ്റ്റഡ് മീ, എന്നോടാണെന്ന് പറയാം. ഞാനാണ് സബ്ജക്റ്റ് എന്നുള്ള, അല്ലെങ്കിൽ മീ എന്ന് കൺസിഡർ ചെയ്യാം. റിക്വസ്റ്റഡ് ടു എന്ന് പറയുന്നതാണ്. ഈ മീ നിങ്ങൾ ഇനി കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ഒഴിവാക്കിയേക്ക്. റിക്വസ്റ്റഡ് ടു എന്താണ്? ടു ആണ് ഇവിടുത്തെ ലിങ്കിങ് വേർഡ്. ടു ക്ലോസ് ദി ഡോർ. എന്താണോ പറഞ്ഞത്? ആ ക്ലോസ് ദി ഡോർ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് 3 ടൈപ്പുകൾ എന്ന് പറയുന്നത്. അതിലുള്ള 2 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടിംഗ് സ്പീച്ച് എന്ന് പറയുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് ബേസിക്കലി ഡയറക്റ്റ് സ്പീച്ചിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതുന്നു. കുറച്ച് വാക്കുകൾക്ക് മാറ്റം വരുന്നു, ഘടനയിൽ ചെറിയ മാറ്റം വരുന്നു. ഇത്രയേ ഉള്ളൂ. മറന്നു പോകരുത്, നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റിന് എപ്പോഴും ആദ്യം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മാർക്ക് പോകും. സോ ഓൾ ദ വെരി മച്ച് മക്കളെ, നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. താങ്ക് യു.